ഹായ്. നിലവുക്കെന്മേൽ എന്നടി കോപം എന്ന തമിഴ് മൂവിയുടെ ഒരു ചെറിയൊരു അഭിപ്രായം പറയാൻ വന്നതാണ്. ഇത് പ്രേക്ഷകർക്കല്ല, ധനുഷ് സാറിന് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ധനുഷ് സാറോട് നമുക്കിപ്പം ഫോൺ വിളിച്ച് പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു. ഞാനങ്ങനെ റിവ്യൂ പറയുന്ന ആളൊന്നുമല്ല കേട്ടോ. ഇത് ഇന്നലെ ഞാൻ കണ്ടത്, കുവൈറ്റിൽ നിന്നാണ് കണ്ടത്. ഇപ്പം പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ആദ്യം പോസിറ്റീവ് പറയാം. കഥ കഴിഞ്ഞേരെ അയ്യോ സിനിമ കഴിഞ്ഞോ എന്നുള്ള തോന്നലായിപ്പോയി. അപ്പോൾ അത്ര ലാസ്റ്റിലാക്കി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ യൂറിനൊക്കെ പാസ് ചെയ്ത് വരാൻ നോക്കുമ്പോഴാണ് പേര് കാണിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത്, ഇത് പടം കഴിഞ്ഞു. അപ്പം രണ്ടാമത്തും എഴുതി കാണിക്കുന്നുണ്ട്, പാർട്ട് 2 വരുന്നുണ്ടെന്ന്. അതെനിക്ക് തോന്നി. കാരണം ഫസ്റ്റ് ആളുടെ സ്റ്റോറി തന്നെ ഇത്രയും ഇലാബറേറ്റ് ചെയ്ത് കാണിക്കുമ്പം അതിനുള്ള സമയം ഉണ്ടാവില്ലല്ലോ എന്ന് ആദ്യമേ ഞാൻ വിചാരിച്ചിരുന്നു. പാർട്ട് 2 എന്ന് എഴുതി കണ്ടപ്പം മനസ്സിലായി. അപ്പോൾ രണ്ടാമത്തെ ആളുടെ സ്റ്റോറി ഇനി അടുത്ത സെക്ഷനിലായിരിക്കും പറയുന്നത് എന്ന്. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. ലാസ്റ്റ് ടൈമിലത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇനി നെഗറ്റീവ് പറയാവേ. ധനുഷ് സാറിനോട് കേൾക്കാൻ വേണ്ടി മാത്രമാണ്. അവർ ശ്രീയ തെറ്റി നിൽക്കുന്ന സമയത്ത് നിലയും പ്രഭുവും അവളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടായിട്ടാണ് പോകുന്നത്. രാജേഷും പ്രഭുവും ബൈക്കിൽ മഴ കൊണ്ട് നനഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലെത്തിക്കഴിഞ്ഞ് അവിടെ നിലയുടെ ഫ്രണ്ട് ശ്രീയുണ്ട്. ഉള്ളിൽ എത്തിയ ഉടനെ തന്നെ അവരുടെ ടീഷർട്ട് എല്ലാം ഡ്രൈ ആയി. അവർ ഓവർ കോട്ട് ഇട്ടിട്ടോ റെയിൻ കോട്ട് ഇട്ടിട്ടോ ഒന്നുമല്ല പോയത്, ഫുള്ള് മഴ നനഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. സെക്കൻഡിൻ്റെ വ്യത്യാസമുള്ളൂ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള. അപ്പോൾ ഡ്രൈ ആയി. അതൊരു കണ്ടിന്യൂറ്റി ഫീലായില്ല എനിക്ക്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ആ ഒരു രംഗം ആ സിനിമയിലോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനോ കഥയ്ക്കോ ഒരു എഫക്റ്റ് സംഭവിക്കുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറയണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് ധനുഷ് സാറിന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവർ സംസാരിച്ച് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ അവർ 3 പേരും കാറിലാണ്. രാജേഷ്, പ്രഭുവിൻ്റെ ഫ്രണ്ട് രാജേഷ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴും നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നില പറയുന്നുണ്ട് എനിക്ക് ബൈക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ. അത് കഴിഞ്ഞിട്ട് രാജേഷ് ഉടനടി കാറിലേക്ക് വരികയാണ്. സെക്കൻഡിനുള്ളിൽ വീണ്ടും ഡ്രൈ. ആ ഒരു രംഗം മാത്രം എനിക്ക് ഇഷ്ടമായില്ല. കാരണം റിയാലിറ്റി ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ അതും കൂടെ റിയൽ ആയിരുന്നെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു ഓവർ കോട്ട് അല്ലെങ്കിൽ റെയിൻ കോട്ട് ധരിച്ചാൽ മതി, ഡ്രൈ ആയിട്ടുള്ള സീന് വേണം എന്നുണ്ടായിരുന്നെങ്കിൽ. അത്രേ ഉള്ളൂ. പിന്നെ തുടക്കത്തിൽ പാട്ട് തന്നെ തുടക്കത്തിൽ എന്തിനാണെന്നുള്ള അറിയാത്ത ഒരു ഇതുകൊണ്ട് ആ ഒരു കാണാനൊരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. എന്തിനു വേണ്ടിയിട്ടാണ് പാട്ട് എന്ന് ഉള്ളൊരു സംഭവം കൂടെ വരുമ്പം അത് കണ്ടിരിക്കാൻ എന്നെപ്പോലുള്ള പ്രേക്ഷകർക്ക്, എന്നെപ്പോലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതേ മെൻറ്റാലിറ്റി ഉള്ള, ഇതേ രീതിയിൽ ചിന്തിക്കുന്ന, ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് കഥയിൽ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് കുഴപ്പമില്ല. അല്ലാതെ ഒരു റിയാലിറ്റി വേണം എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള പ്രേക്ഷകർക്ക്, അതാണ് ഞാൻ എന്നെപ്പോലുള്ള പ്രേക്ഷകർ ഉദ്ദേശിച്ചത്. അതിനുള്ളവർക്ക് ഇത് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ പാട്ടിൻ്റെ ഇടയിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ താഴോട്ട് പറന്നു വരുന്നുണ്ട്. അപ്പോൾ ആ സീനും ഒരു ബോറായിട്ട് തോന്നി. സിനിമയാണ്, പാട്ടാണ്, വേണമായിരിക്കും. പക്ഷേ അതെന്തോ ഒരു ബോറായിട്ട് തോന്നി. റിയൽ പാട്ടായിട്ട് കാണിച്ചാൽ മതി. റിയാലിറ്റി ആകുമ്പം നോർമൽ ഒരു മൂവിയാണ്, അതിൽ പ്രത്യേകിച്ച് ഫൈറ്റോ പ്രത്യേകിച്ച് അങ്ങനത്തെ ഓവറായിട്ടുള്ള കർമ്മങ്ങളൊന്നുമില്ല. അപ്പം ഇത് ഒരു ഓവറായിട്ട് കാണിച്ച പോലെ ഒന്ന് ഫീലായി. സോറി. പിന്നെ മാത്യൂസിൻ്റെ, അതായത് പ്രഭുവിൻ്റെ ഫ്രണ്ട് രാജേഷിൻ്റെ സൗണ്ട്, നമ്മൾ ഒരുപാട് സിനിമ കണ്ട് കേട്ടുപരിചയമുള്ള ഒരാളുടെ സൗണ്ട് ഒരിക്കലും വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കരുത്. ഒരു റിക്വസ്റ്റാണ്. അത് സ്റ്റാർട്ടിങ് തന്നെ വേറൊരാളാണ് ഡബ് ചെയ്തെന്ന് കണ്ടപ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി. മാത്യൂസിനെ ആ ഒരു രീതിയിൽ നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ട് അദ്ദേഹം ആ പുള്ളി അഭിനയിച്ച പടങ്ങളൊക്കെ ഒരുപാട് ഹിറ്റാണ്. ഒരു ലക്കി സ്റ്റാറാണല്ലോ. അപ്പോൾ ആ ഒരു സൗണ്ട് മലയാളികൾക്കെല്ലാം സുപരിചിതമാണ്. ആ ഒരു സൗണ്ട്
വേറൊരാളെ കൊണ്ട് ചെയ്തപ്പം ആ മാത്യൂസിൻ്റെ സീന് വരുമ്പം ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു കണക്റ്റഡ് ആവാൻ പറ്റുന്നില്ല. ഇത് വേറൊരാളോ ആരോ സംസാരിക്കുന്ന പോലെ തോന്നല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആയിപ്പോയി. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് 2 ചെയ്യുന്ന സമയത്തെങ്കിലും തമിഴല്ലേ, ഇത്രയും ഡയലോഗ് സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാനും ശ്രമിച്ചാൽ പറ്റും. ഇപ്പോൾ ഒരു റിക്വസ്റ്റ് ഉണ്ട്, അത് കുറച്ചും കൂടെ ഒരു കണക്റ്റഡ് ആവും, പ്രേക്ഷകരും സിനിമയായിട്ട് ഒരു കണക്റ്റഡായിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ. പടം നല്ല സൂപ്പർ മൂവിയാണ്. ചെറിയ ചെറിയ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രേ ഉള്ളൂ. ഇടയ്ക്കൊരു ലാഗിങ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങൊക്കെ വളരെ ഇലാബറേറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ആരുടെ ലവ് പറയുന്നത്. പക്ഷേ ഒന്നും കൂടെ ഒരു കണക്ഷൻ വന്നിരുന്നെങ്കിൽ അത് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പം ധനുഷ് സാറ് എന്ന് പറയുന്നത് നമ്മുടെ അതേ ഏജാണ്. കാതൽ കൊണ്ടേനൊക്കെ ഒരുമിച്ച് കോളേജിൽ പോയി കണ്ട് ആ ഒരു പടമാണ് ഇപ്പോഴും ധനുഷ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മനസ്സിൽ വരുന്ന പടം കാതൽ കൊണ്ടേനാണ്. അപ്പം അത്തരം ഒരു ലവ് ഇൻട്രാക്റ്റഡ് ഇതിൽ വരുന്നില്ല. ഇത് അഭിനയിക്കുന്ന പോലെ തോന്നിപ്പോയി പല സമയത്തും. അപ്പോൾ ഒരു റിയാലിറ്റിയിലേക്ക് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇമ്പ്രസീവായിരുന്നു, അത്രേ ഉള്ളൂ.